നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടരല്ലെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണുക. ഈ കഥ നിങ്ങളുടെ ജീവിതം മാറ്റിമറിച്ചേക്കും. ഒരിക്കൽ ഒരു കാക്ക തന്റെ ജീവിതത്തിൽ വളരെ അസന്തുഷ്ടയായിരുന്നു. ഒരു ദിവസം അത് ഒരു മരത്തിന്റെ മുകളിലിരുന്ന് കരയാൻ തുടങ്ങി. അതിനടിയിൽ ഒരു സന്യാസി ഇരിക്കുകയായിരുന്നു. അപ്പോഴേക്കും കാക്കയുടെ കണ്ണീർത്തുള്ളിയൊന്ന് സന്യാസിയുടെ കവിളിൽ വീണു. സന്യാസി തലയുയർത്തി നോക്കിയപ്പോൾ കാക്ക കരയുന്നത് കണ്ടു. സന്യാസി ചോദിച്ചു, "എന്തിനാ നീ കരയുന്നത്?" കാക്ക പറഞ്ഞു, "ഓ ജ്ഞാനിയേ, എന്റെ ജീവിതത്തിൽ ഞാൻ വളരെ ദുഃഖിതയാണ്. ആരും എന്നെ സ്നേഹിക്കുന്നില്ല. ആളുകൾ എന്നെ അപമാനത്തോടെ ഓടിക്കുന്നു. എനിക്ക് ഭക്ഷണം പോലും തരുന്നില്ല. എല്ലാവരും എന്നെ വെറുക്കുന്നു. ഇത്രയും മോശമായ ജീവിതത്തെക്കാൾ മരണമാണ് നല്ലത്." കാക്കയുടെ വാക്കുകൾ കേട്ട് സന്യാസിയുടെ ഹൃദയം കരുണ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, "നാം ഏതവസ്ഥയിലും സന്തോഷം കണ്ടെത്താൻ പഠിക്കണം." പക്ഷെ കാക്ക സന്യാസിയുടെ വാക്കുകൾ മനസ്സിലാക്കിയില്ല. അത് കരയുന്നത് തുടർന്നു. സന്യാസി പറഞ്ഞു, "ദുഃഖിക്കണ്ട. എന്നോട് പറയൂ, നീ എന്താകാൻ ആഗ്രഹിക്കുന്നു? എന്റെ മന്ത്രശക്തി കൊണ്ട് ഞാൻ നിന്നെ അതാക്കും." കാക്ക സന്തോഷത്തോടെ പറഞ്ഞു, "ഓ പുണ്യവാനെ, നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്യണമെങ്കിൽ ദയവായി എന്നെ ഒരു അരയന്നമാക്കി തീർക്കുക." സന്യാസി പറഞ്ഞു, "ശരി, ഞാൻ നിന്നെ ഒരു അരയന്നമാക്കും. പക്ഷേ ആദ്യം നീ ഒരു അരയന്നത്തിനെ കണ്ടു ചോദിക്കൂ, അത് തന്റെ ജീവിതത്തിൽ സന്തുഷ്ടമാണോ എന്ന്. നീ പോയി കണ്ടുവരൂ. അതുവരെ ഞാനിവിടെ കാത്തിരിക്കാം." കാക്ക സന്തോഷത്തോടെ ഒരു അരയന്നത്തെ കാണാൻ പറന്നു. അരയന്നം ഒരു കുളത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാക്ക അരയന്നത്തിനടുത്തെത്തി പറഞ്ഞു, "നീ എത്ര മനോഹരമായിരിക്കുന്നു. പാലുപോലെ വെളുത്ത നിന്നെ എല്ലാവരും സ്നേഹിക്കുന്നു. നീ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി." അരയന്നം പറഞ്ഞു, "ഇല്ല സുഹൃത്തേ, ഞാൻ സന്തുഷ്ടനല്ല. ലോകത്തിൽ എത്രയെത്ര മനോഹരമായ നിറങ്ങളുണ്ട്. പക്ഷെ എനിക്കൊന്നുമില്ല. വെളുപ്പൊന്നുമല്ല. എനിക്ക് തോന്നുന്നത് തത്തയാണ് ഏറ്റവും സന്തോഷമുള്ള പക്ഷി." ഇത് കേട്ട് കാക്ക തത്തയെ കാണാൻ പറന്നു. ഒരു തത്തയെ കണ്ടെത്തി കാക്ക പറഞ്ഞു, "ഓ തത്തേ, നിനക്ക് എത്രയധികം നിറങ്ങളുണ്ട്. നീ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി." തത്ത പറഞ്ഞു, "ഇല്ല സുഹൃത്തേ, ഞാൻ സന്തുഷ്ടനല്ല. ആളുകൾ തത്തകളെ കൂട്ടിലടയ്ക്കുന്നു. എപ്പോഴും ആരെങ്കിലും എന്നെ പിടിച്ച് കൂട്ടിലടയ്ക്കുമോ എന്ന ഭയമുണ്ട്. എനിക്ക് തോന്നുന്നത് മയിലാണ് ഏറ്റവും സന്തോഷമുള്ളത്. അതിന് എന്നേക്കാൾ നിറങ്ങളുണ്ട്." ഇത് കേട്ട് കാക്ക ഒരു മയിലിനെ തിരയാൻ പറന്നു. ഒടുവിൽ ഒരു സാങ്കേതിക ഉദ്യാനത്തിൽ കൂട്ടിലടച്ചൊരു മയിലിനെ കണ്ടെത്തി. നൂറുകണക്കിന് ആളുകൾ അതിനെ കാണാൻ വന്നിരുന്നു. എല്ലാവരും പോയപ്പോൾ കാക്ക മയിലിനടുത്തെത്തി പറഞ്ഞു, "പ്രിയ മയിലേ, നീ എത്ര മനോഹരമായിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ നിന്നെ കാണാൻ വരുന്നു. എന്നെ കാണുമ്പോൾ ആരും ഓടിക്കുന്നു. നീ തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി." മയിൽ മറുപടി പറഞ്ഞു, "ഞാൻ എപ്പോഴും ചിന്തിച്ചിരുന്നത് ഞാനാണ് ഏറ്റവും മനോഹരവും സന്തോഷവുമുള്ള പക്ഷിയെന്നാണ്. പക്ഷേ എന്റെ സൗന്ദര്യം കാരണം ഞാൻ ഈ ഉദ്യാനത്തിൽ കുടുങ്ങിയിരിക്കുന്നു. ആളുകൾ എന്റെ തൂവലുകൾ പറിച്ച് അലങ്കാരങ്ങളുണ്ടാക്കുമ്പോൾ അത് വളരെ വേദനിപ്പിക്കുന്നു. ഞാൻ സന്തുഷ്ടനല്ല സുഹൃത്തേ." കാക്ക ആശ്ചര്യത്തോടെ ചോദിച്ചു, "നീ സന്തുഷ്ടനല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പക്ഷി ആരാണ്?" മയിൽ പറഞ്ഞു, "ഞാൻ ഈ ഉദ്യാനം നന്നായി പരിശോധിച്ചു. നീ കാക്കയാണ് ഒരേ ഒരു പക്ഷി കൂട്ടിലടയ്ക്കപ്പെടാത്തത് എന്ന് മനസ്സിലാക്കി. ആരും നിന്നെ പിടിക്കാൻ ശ്രമിക്കുന്നില്ല. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഞാൻ ചിന്തിക്കുന്നു, ഞാനൊരു കാക്കയായിരുന്നെങ്കിൽ എവിടെയും സ്വതന്ത്രമായി സന്തോഷത്തോടെ ചുറ്റി നടക്കാമായിരുന്നു എന്ന്." ഇത് കേട്ട കാക്ക സന്യാസിയുടെ അടുത്തേക്ക് മടങ്ങി. ആദ്യമായി കാക്ക തന്നെ ഒരു കാക്കയായതിൽ സന്തോഷിച്ചു. അത് സന്യാസിയോട് പറഞ്ഞു, "ഓ ജ്ഞാനിയേ, ഞാൻ മറ്റൊന്നാകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ ഉള്ളതിൽ സന്തുഷ്ടയാണ്." നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും മറ്റുള്ളവരുമായി അനാവശ്യമായ താരതമ്യം ചെയ്ത് ദുഃഖിക്കുകയും നമ്മെ തന്നെ ശപിക്കുകയും ചെയ്യുന്നു. ഇത് ദുഃഖത്തിന്റെ ഒരു ചക്രം സൃഷ്ടിക്കുന്നു. നിങ്ങൾക്കുള്ളതിൽ സന്തോഷം കണ്ടെത്താൻ പഠിക്കണം, ഇല്ലാത്തതിനെ നോക്കി വിഷമിക്കാതെ. എപ്പോഴും ഒരാൾക്ക് നിങ്ങളെക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ ഉണ്ടാകും. മറ്റുള്ളവരുമായി താരതമ്യം തുടർന്നാൽ നിങ്ങൾ ഒരിക്കലും സന്തുഷ്ടരാകില്ല. തനിക്കുള്ളതിൽ തൃപ്തിയുള്ളയാളാണ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി. ജീവിതത്തിൽ ആരുമായും താരതമ്യം ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ദുഃഖിതനായ വ്യക്തിയാകും.
ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ അറിയിക്കൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.